പ്രിയ കുട്ടികളെ, ടാൻജൻസ് അല്ലെങ്കിൽ തൊടുവരകൾ എന്ന പാഠത്തിൽ നമ്മൾ പഠിച്ചൊരാശയമാണ് ഒരു വൃത്തത്തിലെ രണ്ട് ബിന്ദുക്കളിലൂടെയുള്ള ആരങ്ങൾ ചേരുന്ന കോണും ഈ ബിന്ദുക്കളിലെ തൊടുവരകൾ ചേരുന്ന കോണും അനുപൂരകമാണ്. അതായത് അവയുടെ തുക 180 ഡിഗ്രിയാണ്. ഇൻ എ സർക്കിൾ, ദ ആംഗിൾസ് ബിറ്റ്വീൻ ദ റേഡിയായി ത്രൂ 2 പോയിന്റ്സ് ആൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ടാൻജൻസ് അറ്റ് ദിസ് പോയിന്റ്സ് ആർ സപ്ലിമെൻ്ററി. ചിത്രത്തിൽ കോൺ ഒ പ്ലസ് കോൺ പി സമം 180 ഡിഗ്രി ആയിരിക്കും. ഇൻ ദ ഫിഗർ, ആംഗിൾ ഒ പ്ലസ് ആംഗിൾ പി ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഈ ആശയത്തെ ആസ്പദമാക്കിയുള്ള ഒരു നിർമ്മിതി അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ആണ് നമ്മളിന്ന് പഠിക്കുന്നത്. പ്രിയ കുട്ടികളെ, ചോദ്യം ശ്രദ്ധിക്കുക. 2.5 സെൻറ്റിമീറ്റർ റേഡിയസ് അല്ലെങ്കിൽ ആരമുള്ള വൃത്തം അഥവാ സർക്കിൾ വരയ്ക്കുക. ഈ സർക്കിളിനെ അല്ലെങ്കിൽ വൃത്തത്തിനെ തൊട്ട് കടന്നു പോകുന്ന രീതിയിൽ അല്ലെങ്കിൽ ടച്ച് ചെയ്ത് കടന്നു പോകുന്ന രീതിയിൽ സൈഡ്സ് ഉള്ള ഒരു ട്രയാങ്കിൾ വരയ്ക്കണം. ട്രയാങ്കിൾസിൻ്റെ ആംഗിളുകൾ അല്ലെങ്കിൽ ത്രികോണത്തിൻ്റെ കോണുകൾ 40 ഡിഗ്രി, 60 ഡിഗ്രി, 80 ഡിഗ്രി എന്നിങ്ങനെ ആയിരിക്കുകയും വേണം. ഇതിനായി ആദ്യം തന്നെ 2.5 സെൻറ്റിമീറ്റർ ആരമുള്ള അല്ലെങ്കിൽ റേഡിയസ് ഉള്ള ഒരു വൃത്തം അല്ലെങ്കിൽ സർക്കിൾ വരയ്ക്കുക. വൃത്തകേന്ദ്രം അല്ലെങ്കിൽ സർക്കിളിൻ്റെ സെൻറ്ററിനെ O എന്ന് അടയാളപ്പെടുത്തുക. അടുത്തതായി ഒരു ആരം അല്ലെങ്കിൽ റേഡിയസ് വരയ്ക്കുക. ഇതിനുശേഷം ആദ്യത്തെ ആംഗിൾ അല്ലെങ്കിൽ കോണായ 40 ഡിഗ്രി 180യിൽ നിന്നും മൈനസ് ചെയ്ത് അല്ലെങ്കിൽ കുറച്ച് കിട്ടുന്ന 140 ഡിഗ്രി സർക്കിളിന്റെ സെന്ററിൽ അല്ലെങ്കിൽ വൃത്തകേന്ദ്രത്തിൽ അടയാളപ്പെടുത്തുക. ഇനി രണ്ടാമത്തെ ആംഗിളായ 60 ഡിഗ്രി 180യിൽ നിന്നും കുറച്ച് കിട്ടുന്ന 120 ഡിഗ്രി സർക്കിൾ സെന്ററിൽ അല്ലെങ്കിൽ വൃത്തകേന്ദ്രത്തിൽ അടയാളപ്പെടുത്തുക. അടുത്തതായി OP എന്ന ആരം അല്ലെങ്കിൽ റേഡിയസിന് പെർപെൻഡിക്കുലറായി അല്ലെങ്കിൽ ലംബമായി പിയിലൂടെ ഒരു ലൈൻ വരയ്ക്കുക. ഇനി OQന് ലംബമായി അല്ലെങ്കിൽ പെർപെൻഡിക്കുലറായി ക്യൂവിലൂടെ ഒരു ലൈൻ വരയ്ക്കുക. ഇതുപോലെ തന്നെ ORന് ലംബമായി അല്ലെങ്കിൽ പെർപെൻഡിക്കുലറായി ആറിലൂടെ ഒരു ലൈൻ വരയ്ക്കുക. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ട്രയാങ്കിൾ അല്ലെങ്കിൽ ത്രികോണം ABC ആണ് നമുക്ക് ആവശ്യമായ ത്രികോണം അല്ലെങ്കിൽ ട്രയാങ്കിൾ. ഇപ്പോൾ നമ്മൾ വരച്ച ചിത്രം മറ്റൊരു രീതിയിൽ വരച്ചു നോക്കാം. ആദ്യമായി നേരത്തെ ചെയ്തിരുന്നത് പോലെ 2.5 സെൻറ്റിമീറ്റർ ആരം അല്ലെങ്കിൽ റേഡിയസ് ഉള്ള ഒരു വൃത്തം വരയ്ക്കുക അല്ലെങ്കിൽ സർക്കിൾ വരയ്ക്കുക. വൃത്തകേന്ദ്രം അല്ലെങ്കിൽ സർക്കിൾ സെന്ററിനെ O എന്ന് അടയാളപ്പെടുത്തുക. അതിനുശേഷം ഒരു ആരം അല്ലെങ്കിൽ റേഡിയസ് വരയ്ക്കുക. ത്രികോണത്തിന്റെ അല്ലെങ്കിൽ ട്രയാങ്കിളിലെ ആദ്യത്തെ ആംഗിളായ 40 ഡിഗ്രി, 40 ഡിഗ്രി 180യിൽ നിന്നും കുറച്ച് കിട്ടുന്ന 140 ഡിഗ്രി വൃത്തകേന്ദ്രത്തിൽ അല്ലെങ്കിൽ സർക്കിളിന്റെ സെന്ററിൽ അടയാളപ്പെടുത്തുക. ഇതുപോലെ രണ്ടാമത്തെ ആംഗിളായ അല്ലെങ്കിൽ കോണായ 60 ഡിഗ്രി 60 ഡിഗ്രി 180ൽ നിന്നും 180യിൽ നിന്നും കുറച്ച് കിട്ടുന്ന 120 ഡിഗ്രി
വൃത്തകേന്ദ്രത്തിൽ അല്ലെങ്കിൽ സർക്കിളിന്റെ സെന്ററിൽ അടയാളപ്പെടുത്തുക. അടുത്തതായി OPക്ക് ലംബമായി അല്ലെങ്കിൽ പെർപെൻഡിക്കുലറായി Pയിലൂടെ ഒരു ലൈൻ വരയ്ക്കുക. ഇതിനായി നമുക്ക് പ്രൊട്രാക്ടർ ഉപയോഗിക്കാം. ഇതുപോലെ തന്നെ OQന് ലംബമായി അല്ലെങ്കിൽ പെർപെൻഡിക്കുലറായി Qയിലൂടെ ഒരു ലൈൻ വരയ്ക്കുക. ഇതേ രീതിയിൽ ORന് ലംബമായി അല്ലെങ്കിൽ പെർപെൻഡിക്കുലറായി Rയിലൂടെ ഒരു ലൈൻ വരയ്ക്കുക. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ട്രയാങ്കിൾ ABC അല്ലെങ്കിൽ ത്രികോണം ABC ആണ് നമുക്ക് ആവശ്യമായ ത്രികോണം അല്ലെങ്കിൽ ട്രയാങ്കിൾ.